ആത്മീയപാതയിൽ സഞ്ചരിക്കുന്ന പല ആളുകളും ക്ഷേത്രത്തെ വിമർശിക്കാറുണ്ട്. പല ആളുകളും പറയുന്നത് സാധകന്മാർ ക്ഷേത്രത്തിൽ പോരുത്, ക്ഷേത്രം എന്ന് പറയുന്നത് ഒരു ആദ്യ പടിയാണ്. അതുമാത്രമല്ല, ക്ഷേത്രത്തിലൂടെ നമ്മുടെ സാധകൻ്റെ എനർജി നഷ്ടപ്പെടും എന്നൊക്കെയാണ് പറയുന്നത്. ഇതിനെപ്പറ്റി സ്വാമിയുടെ ഒരു അഭിപ്രായം എന്താണ്? ആത്മീയ യാത്രയുമായി ധ്യാനം ബന്ധപ്പെട്ടിരിക്കുന്നു, ജപം ബന്ധപ്പെട്ടിരിക്കുന്നു, തപസ് ബന്ധപ്പെട്ടിരിക്കുന്നു, ക്ഷേത്രങ്ങളും ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മൾ ഈ യഥാർത്ഥ വസ്തുത എന്ന് പറഞ്ഞാൽ ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് ഒരു എനർജി സ്രോതസ്സാണ്. ക്ഷേത്രങ്ങൾ പലതരമുണ്ട്. ക്ഷേത്രങ്ങൾ ശക്തിയുടെ കാര്യത്തിൽ പല ക്ഷേത്രങ്ങളും വ്യത്യസ്തപ്പെട്ടായിരിക്കുന്നത്. സ്വയംഭൂവായ ക്ഷേത്രങ്ങളുണ്ട്. മഹാഗുരുക്കന്മാർ സമാധിയുടെ മുകളിലുള്ള ക്ഷേത്രമുണ്ട്. ഒരു തന്ത്രി പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങളുണ്ട്. ഒരു സിദ്ധൻ യോഗി അല്ലെ അവതാര ലെവലിലുള്ള ഒരു പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങളുണ്ട്. ഒരു പ്രദേശത്തെ ദേവതയെ കണ്ടു മനസ്സിലാക്കി ആ ദേവതയ്ക്ക് ഇരിപ്പിടം കൊടുത്ത് ആ ദേവതയുടെ അനുഗ്രഹം വാങ്ങുന്ന ക്ഷേത്രങ്ങളുണ്ട്. ഇങ്ങനെ ക്ഷേത്രങ്ങൾ പലവിധമാണ്. ഇത് കൂടാതെ നമ്മുടെ ഉള്ളിലെ അവസ്ഥയനുസരിച്ച് മൂലാധാരം മുതൽ സ്വാധിഷ്ഠാനം തുടങ്ങി സഹസ്രാര പത്മത്തിൻ്റെ ലെവൽ വരെയുള്ള എനർജികളെ സീക്രട്ടായിട്ട് പ്രതിഷ്ഠിച്ചിരിക്കുന്ന ആ ചക്രത്തിൽ അധിഷ്ഠിതമായ ദേവതാ വിന്യാസങ്ങൾ സൂക്ഷ്മത്തിലുള്ള ദേവതമാരും ഋഷിമാരും യോഗീശ്വരന്മാരും രഹസ്യമായി വസിച്ച് പൂജ ചെയ്തും പ്രാർത്ഥിച്ചും ഭക്തജനങ്ങളെയും സാധകരെ അനുഗ്രഹിക്കുന്ന ക്ഷേത്രങ്ങളുമുണ്ട്. അപ്പോൾ ഒരു ഭക്തൻ ക്ഷേത്രത്തിൽ പോയാൽ സാധന ചെയ്യാൻ അവസരമില്ലാത്ത ഭക്തൻ ഒരു ക്ഷേത്രദർശനം നടത്തിയാൽ ആ ക്ഷേത്രത്തിൻ്റെ ലെവലിനനുസരിച്ച് അയാൾക്ക് ചൈതന്യം കിട്ടും. അയാളുടെ മനസ്സിനും ശരീരത്തിനും സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരത്തിനും ജീവാത്മാവിനൊക്കെ ശക്തി ലഭിക്കും. ആ ഭക്തൻ അവൻ്റെ സാധനാ ലെവലിൽ അവൻ ഉയരുന്നതനുസരിച്ച് ആ ഉയർന്ന ലെവലിൽ ഉള്ള അടുത്ത മണ്ഡലത്തിലെ ദേവതയും യോഗീശ്വരനുമുള്ള ക്ഷേത്രത്തിലേക്ക് അവൻ്റെ ആത്മാവ് ആവാഹിക്കപ്പെടും. അതിലേക്ക് അവൻ ഒരിക്കൽ സന്ദർശിച്ചിരിക്കും. അവൻ്റെ ആത്മീയ യാത്രയിൽ ഒരു അനുഗ്രഹ അവസ്ഥ, ഒരു ബ്ലെസ്സിങ് പോയിൻ്റ് ഏതെങ്കിലും ഒരു മഹാക്ഷേത്രത്തിൻ്റെ ശക്തിയാണ്, അവിടെയുള്ള യോഗീശ്വരനാണ്, അവധൂതനാണ്, ദേവതയാണ് തീരുമാനിക്കപ്പെടുന്നതെങ്കിൽ അവൻ ആ ക്ഷേത്രം സന്ദർശിക്കണം. മഹായോഗിയോ, അതായത് അവതാര ലെവലുള്ള ബ്രഹ്മസ്വരൂപനായ യോഗിയുടെ സമാധിയിൽ ഉള്ള ക്ഷേത്രത്തിൽ നിങ്ങൾക്കെല്ലാം ലഭിക്കും. അവിടെ ഇരുന്നു കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാണനെ സഹസ്രാര പത്മത്തിലെത്തിച്ച് അതിനപ്പുറമുള്ള ചില അവസ്ഥകൾ താണ്ടി ബ്രഹ്മസ്വരൂപനാകാൻ കഴിയും. അപ്പോൾ ക്ഷേത്രങ്ങൾ ഒരു വ്യക്തിയുടെ, ഒരു ആത്മീയ സാധകൻ്റെ ലെവൽ അനുസരിച്ച് സഹായിക്കപ്പെടുവാൻ വേണ്ടി യോഗീശ്വരന്മാരും ഋഷിമാരും അവതാരങ്ങളും അവധൂതന്മാരും ഫിക്സ് ചെയ്തിപ്പെട്ടിരിക്കുന്ന ഒരു എനർജി സ്രോതസ്സാണ്, സങ്കേതമാണ്. എന്നാൽ എല്ലാവരും എല്ലാ ക്ഷേത്രത്തിലും പോകരുത്. ചില ക്ഷേത്രങ്ങൾ ഒരു സാധാരണ തന്ത്രിയോ ഒരു ഭക്തനോ പ്രതിഷ്ഠിച്ചുള്ള ഒരു ക്ഷേത്രം, അവിടെ പൂജിക്കപ്പെടുന്ന പൂജാരിയുടെ പവർ അനുസരിച്ച്, ശക്തി അനുസരിച്ച്, മന്ത്രശക്തി അനുസരിച്ചുള്ള ഒരു എനർജി അവിടെ രൂപപ്പെട്ടിരിക്കും. ആ എനർജിക്ക് നമ്മളിലേക്ക് പ്രസരിപ്പിക്കാൻ കഴിയുന്ന എനർജി മാത്രമേ നമുക്ക് തരാൻ കഴിയൂ. അവിടെ ചെല്ലുന്ന സാധകൻ്റെ ആത്മാവ് അതിനു മേളിൽ നിൽക്കുന്നതാണെങ്കിൽ അവിടെ നിന്നൊന്നും ലഭിക്കാനില്ല. ചില ക്ഷേത്രങ്ങൾ ആചാരലോപം കൊണ്ട് അവിടുത്തെ മൂർത്തി ദേവത അവിടുന്ന് മാറിപ്പോയിട്ട് അവിടെയുള്ളൊരു ദുർദേവതയോ അവിടെ രഹസ്യമായി കയറി ഇരുന്ന് അവിടുത്തെ നിവേദ്യവും ഭോജ്യങ്ങളെല്ലാം സ്വീകരിച്ചുകൊണ്ട് അവിടെ ഇരിക്കും.
സാധാരണ ആർക്കും അത് അറിയാൻ കഴിയില്ല. അങ്ങനെയുള്ള ക്ഷേത്രത്തിൽ പോയാൽ നമ്മുടെ സാധകൻ്റെ ഭക്തൻ്റെ എനർജി അവിടേക്ക് വലിച്ചെടുക്കപ്പെടും, എനർജി ശോഷണമുണ്ടാവും. അത് ആചാരലോപം കൊണ്ടുണ്ടാകാം, ക്ഷേത്രങ്ങൾ അശുദ്ധപ്പെട്ടാലുണ്ടാകാം, മാന്ത്രിക ദോഷം കൊണ്ടുണ്ടാകാം. അങ്ങനെ പല ദോഷം കൊണ്ട് സംഭവിക്കുമ്പോൾ അവിടെ ദുർദേവതാ വസിപ്പുണ്ടാവും. ആ ദുർദേവതാ വസിപ്പുള്ളത് സ്ഥലത്ത് പോയാൽ ദോഷം സംഭവിക്കും. മാന്ത്രിക താന്ത്രിക കാര്യങ്ങൾ ചെയ്യുന്ന സ്ഥലങ്ങളിലുള്ള ദേവതമാർ സ്വാത്വിക വഴിക്കുള്ളവർക്ക് ഗുണം ചെയ്യാൻ സാധ്യത കുറവാണ്. ചിലപ്പോൾ ചില മാന്ത്രിക താന്ത്രിക ദേവതാ ഉപദ്രവങ്ങളൊക്കെ മാറ്റാൻ സഹായിക്കുന്ന ദേവതമാരുണ്ട്. പക്ഷെ മോശഗതിക്ക് അതിൻ്റെ ഉയർന്ന മണ്ഡലത്തിലുള്ള ഗുരുക്കന്മാരെയും പരബ്രഹ്മത്തെയും ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരെയും പരാശക്തിയെയും ഒക്കെ ആശ്രയിക്കേണ്ടി വരും. അതുകൊണ്ട് ഇതാണ് അതിൻ്റെ വസ്തുത. അപ്പോൾ ക്ഷേത്രങ്ങൾ ആത്മീയതയ്ക്കെതിരാണോ എന്ന് ചോദിച്ചാൽ അല്ല. പല ക്ഷേത്രങ്ങളിൽ കൂടെ തന്നെ ആത്മീയമായി വളരെ പുരോഗതി നേടിയവരുണ്ട്. അതുകൊണ്ട് ആ ഭക്തൻ്റെ മനസ്സനുസരിച്ച്, താല്പര്യമനുസരിച്ച്, ഗുരു നിർദ്ദേശമനുസരിച്ച് അവൻ സഞ്ചരിക്കുക. മഹാക്ഷേത്രങ്ങൾ, മഹാഗുരുക്കന്മാരുടെ സമാധിയിലെ ക്ഷേത്രങ്ങൾ എന്നും ഗുണകരമായിരിക്കും. അതെന്നും ജനങ്ങൾക്ക് ശക്തിയും അനുഗ്രഹവും പ്രസരിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നതായിരിക്കും. അങ്ങനെയുള്ള മഹാഗുരുവിൻ്റെ അവതാര സ്വരൂപന്മാരുടെ സമാധിക്ക് മുന്നിലുള്ള ക്ഷേത്രങ്ങളിൽ അവരുടെ ഛായാപുരുഷൻ ആ സ്വരൂപത്തിലുണ്ടാകും. അത് നമ്മളെ മൂർത്തിരൂപേണ അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് പ്രശസ്തമായതും മഹാക്ഷേത്രങ്ങളും സന്ദർശിക്കുന്നതും അവിടെ ഇരുന്ന് ധ്യാനിക്കുന്നതും നല്ലതാണ്. പല ക്ഷേത്രങ്ങളിലും വലിയ ഋഷിമാർ, വലിയ അവസ്ഥ താണ്ടിയവർ സൂക്ഷ്മത്തിലുണ്ട്. അവർ നമ്മളെ അനുഗ്രഹിക്കും. അവർ നമ്മളുടെ പ്രാണനെ ഉയർത്തും, നമ്മുടെ ശക്തി വർദ്ധിപ്പിക്കും. അതുകൊണ്ട് ക്ഷേത്രങ്ങൾ ആത്മീയ വിരുദ്ധമല്ല, ക്ഷേത്രങ്ങൾ ബാലപാഠവുമല്ല. ക്ഷേത്രങ്ങളും ജപവും ധ്യാനവും തപസ്സും ജ്ഞാനവും ഗുരുവഴിയും ഗുരുസമർപ്പണവും എല്ലാം കൂടെ ചേർന്നതാണ് മോക്ഷമാർഗം. നിങ്ങൾ നിങ്ങളുടെ അവസ്ഥയനുസരിച്ച്, മനസ്സനുസരിച്ച്, ഗുരുമാർഗമനുസരിച്ച് അനുഷ്ഠിക്കുക.